ബേപ്പൂർ അഴീക്കൽ തീരത്തിന് സമീപം അറബിക്കടലിൽ തീപിടിച്ച കപ്പലിൽ വിദഗ്ധ സംഘം ഇറങ്ങി. വലിയ വടം ടഗ് ബോട്ടിൽ കെട്ടി കപ്പൽ കൂടുതൽ ഉൾക്കടലിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ ശ്രമം. കപ്പലിലേക്ക് MERC പോർബന്ദറിലെ സംഘം അതിൻ്റെ മുൻഭാഗത്തുള്ള ഒരു കൊളുത്തിൽ വലിയ വടം കെട്ടി അതിനെ ഒരു ടഗ് ബോട്ടുണ്ട്, വാട്ടർ ലില്ലി എന്ന് പറയുന്ന ടഗ് ബോട്ടുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. അത് വലിച്ചുകൊണ്ട് കടലിൽ കൂടുതൽ ഉള്ളിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ആ ടോ ലൈൻ നിലനിന്നാൽ അത് കേരളത്തിൽ നിന്ന് കൂടുതൽ ദൂരത്തിലേക്ക്, ഇനിയും ദൂരത്തേക്ക് മാറ്റാൻ അവർക്ക് സാധിക്കുമായിരിക്കും. ഷഫീദ് റാവുത്തറുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, എന്താണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? ഉന്മേഷ്, ബേപ്പൂരിൽ നിന്ന് 88 നോട്ടിക്കൽ മൈൽ മാറി അറബിക്കടലിൽ തീപിടിച്ച ചരക്ക് കപ്പൽ അതിനെ കേരള തീരത്ത് നിന്ന് പരമാവധി മറ്റൊരു സ്ഥലത്തേക്ക് കൂടുതൽ ആഴക്കടലിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം നടന്ന് 2 ദിവസം കഴിഞ്ഞെങ്കിലും കണ്ടെയ്നറുകളിലേക്ക് തീ പടരുന്നത് ആശങ്കയാണ്. അല്പസമയം മുൻപ് വരെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. അതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്താൻ കഴിഞ്ഞത് എന്നുള്ള വിവരം ഔദ്യോഗികമായി തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമെന്ന് പറയുന്നത് ഈ വാൻഹായ് കപ്പലിനുള്ളിലേക്ക് വിദഗ്ധ സംഘത്തിന് ഇറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ വലിയ വടം ടഗ് ബോട്ടിൽ കെട്ടി ഇതിനെ കൂടുതൽ കടലിനുള്ളിലേക്ക് കൊണ്ടുപോയി കേരള തീരത്തുണ്ടാകുന്ന ആഘാതമടക്കം കുറയ്ക്കുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്ന കാര്യം. ഗുജറാത്തിൽ നിന്നുള്ള MERC സംഘമാണ് ഇപ്പോൾ ഈ കപ്പലിൽ ഇറങ്ങിയിട്ടുള്ളത്. കപ്പൽ വളരെ പാടുപെട്ട് എത്രയും പരമാവധി ഉൾക്കടലിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ അതായിരിക്കും നിലവിൽ ഇപ്പോൾ അവർ നടത്തുന്ന ഒരു ശ്രമം. അതിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷനാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. ഉന്മേഷ്. ശരി ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.